ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ അവിടെ വന്ന് മൂന്ന് കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തതാണ്. കാരണം ഇവിടെ ഒത്തിരി മയിലൊക്കെ വരും, പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ കുരങ്ങൻ വരുന്നത്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുരങ്ങന്മാരെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് അത്യാവശ്യം നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. ഈ 4-ാം തീയതി എനിക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് അഡ്മിറ്റ് ആവേണ്ട ഡേറ്റൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം, അതായത് 5-ാം തീയതി 6-ാം തീയതി നൈറ്റ് ആയപ്പോഴത്തേക്കും നോർമലി എനിക്ക് ബേബി മൂവ്മെൻറ്റൊക്കെ നന്നായിട്ട് കിട്ടുമായിരുന്നു. അന്ന് നൈറ്റ് എനിക്ക് അത്ര മൂവ്മെൻ്റ് ഒന്നും കിട്ടിയേയില്ല. രാവിലെ ആയിട്ടും ഇല്ല. നോർമൽ ചെയ്യുന്ന കാര്യമൊക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ആ മൂവ്മെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി. പിന്നെ ഒരു 9:30 വരെ ആയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ വേഗം ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി പിന്നെ ഒന്ന് ചെക്ക് ചെയ്തു. ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവർ മൂവ്മെൻറ്റൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ഒന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. കാരണം എനിക്ക് ഡേറ്റ് വന്നിരിക്കുന്നത് 13-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 14-ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്ത് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അഡ്മിറ്റായി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മോർണിംഗ് ഒരു 10:30 ആയപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്ത് പോന്നു. പിന്നെ ഇനി പോകേണ്ടത് 13-ാം തീയതിയാണ്. 13-ാം തീയതി പോയി അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ഒരു നന്നായിട്ട് റൂമെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്തില്ല. വേഗം ഇങ്ങനെ ടെൻഷനായിട്ട് പോയതല്ലേ, അടിച്ചു വരിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വന്ന് റെസ്റ്റൊക്കെ എടുത്തു. വൈകിട്ടായപ്പോഴത്തേക്കും പിന്നെ ക്ലീനിങ് തുടങ്ങിയേക്കാം. ഇനി കുറച്ച് ടൈമല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ വല്ല ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ മെല്ലെ തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത്യാവശ്യം വേഗം ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ക്ലീനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ട്, പക്ഷേ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് രാത്രി ടൈമായി. അതുകൊണ്ട് പിന്നെ പറ്റണ പോലെയൊക്കെ വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങ് തുടങ്ങി. ശരിക്കും ഇത് ഞാൻ ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മമ്മി വന്നെല്ലാം ഹെൽപ്പ് ചെയ്യും, മമ്മി ചെയ്തോളും. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് എൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ തന്നെ ചെയ്തില്ല എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ ഞാൻ തന്നെ ചെയ്യണം. മമ്മിയാണെങ്കിലും ആരാണെങ്കിലും വന്ന് നല്ല വൃത്തിയിലിട്ട് പോയി കഴിഞ്ഞാലും എനിക്കവിടെ പോയിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഡെലിവറി C-സെക്ഷൻ ആയതെന്ന്. ബേബിക്ക് ഹെഡ് വെയ്റ്റ് ഉണ്ടായിരുന്നേ. പെയിൻ എനിക്കങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെയിൻ വെച്ചിട്ട് എനിക്ക് പെയിൻ വരുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം വെയിറ്റ് ചെയ്തു. പിന്നെ അധികം ടൈം കഴിഞ്ഞാലും വയറ്റിലങ്ങനെ ബേബിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ടാണ് C-സെക്ഷൻ ചെയ്ത് ഫസ്റ്റത്തെ. ഇതെൻ്റെ കുറച്ച് ബാഗാട്ടോ. ഇത്രയും ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലോട്ട്. ബാക്കി ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അങ്ങനെ ഓരോ തവണ പോകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ട് വരും. തിരിച്ചു പോകുമ്പോൾ എല്ലാം എടുത്തുകൊണ്ട് പോകേണ്ട ഒരു വലിയ പണിയാണ്. ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊക്കെ മെല്ലെ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആവശ്യമൊന്നും ഇപ്പം ഇല്ല. ഈ പെട്ടിയുടെ മുകളിലുള്ള സാധനം എടുക്കലും അവിടെ നിറയെ പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഒരുമാതിരി ആയിപ്പോയി. ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഫിനിഷ് ചെയ്യണ്ടേ. അങ്ങനെ വേഗം തീർക്കാമെന്ന് വിചാരിച്ച് ഓരോന്നിങ്ങനെ ചെയ്യുകയാണ്. 4 മേളിൽ നല്ല പൊടിയായിരുന്നു.
രാവിലെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർത്തില്ലെങ്കിലൊരു സമാധാനമില്ലല്ലോ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റുന്ന പരിപാടിയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം പരിപാടി ഇന്നത്തേനുള്ള പരിപാടി തീരും. ഫുൾ പൊടിയാണ്. ഇനിയിപ്പം ഇതിൻ്റെ അടിച്ചു വാരലും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ രാത്രിയിലെ പണി കഴിഞ്ഞു. ഇനിയിപ്പം രാവിലെ വേണം ബാക്കി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടയേർഡായി. അപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൂക്കാച്ചൻ വന്നിട്ട് അവൻ്റെ വണ്ടിയും കുറേ സാധനങ്ങൾ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ട് വലിച്ച് വരിയിടും. എല്ലാം കട്ടക്കീഴയിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ അവിടെ നിന്നെല്ലാം എടുത്ത് പെറുക്കി അത് തന്നെ കുറേ ടൈം എടുക്കും. അവൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൊണ്ടിട്ട് കഴിഞ്ഞാലും അവൻ തന്നെ ഹെൽപ്പ് ചെയ്യും, ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് എടുത്തു തരാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇന്നത്തെ രാത്രിയിലെ പരിപാടി കഴിഞ്ഞു. ഇനി ഫുഡൊക്കെ കഴിച്ച് കുളിച്ചൊന്ന് കിടന്നുറങ്ങണം. ഇത് പിറ്റേന്ന് രാവിലെയാണ്. രാവിലെ തന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേഗം വന്ന് കർട്ടനൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടണം. കുറച്ച് നാളെ കർട്ടനൊക്കെ വാഷ് ചെയ്തിട്ട് അപ്പം ബേബി വരുമല്ലേ, അപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് കിടക്കണ്ടേ. അപ്പോൾ കർട്ടൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ അതിൻ്റെ പരിപാടിയാണ്. പിന്നെ ഈ ജനലിലെല്ലാം നല്ല പൊടിയുണ്ട്. എപ്പോഴും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നില്ലല്ലോ. ഇടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് പൊടി കയറുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് പൊടി പിടിക്കും. ഇതിപ്പോൾ ഇന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും നിറച്ച് പൊടിയായിരിക്കും. എവിടെ നിന്നാണ് ഈ പൊടി കയറി വരുന്നതെന്ന് അറിയത്തില്ല. എപ്പോഴും ഫുൾ ജനലൊന്നും തുറന്നിടാറൊന്നുമില്ല, എന്നാലും പൊടി പിടിച്ചിരിക്കും. കർട്ടൻ വാഷ് ചെയ്യാനിട്ടുണ്ട്. ഇനി അത് ഉണങ്ങി കിട്ടണമെങ്കിൽ നാളെയാവും. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേന് റൂമിലൊരു കർട്ടൻ വേണമല്ലോ. അപ്പോൾ വേറൊരു കർട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് ഇടുക കേട്ടോ. അല്ലെങ്കിൽ വെട്ടമൊക്കെ ആയിട്ട് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഉച്ചയ്ക്കൊക്കെ കിടക്കുമ്പോൾ. അപ്പം വേറൊരു കർട്ടൻ ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ടു. അങ്ങനെ റൂം ക്ലീനിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഒരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.